ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലോ അമേരിക്കയിലോ ജർമ്മനിയിലോ ജപ്പാനോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ഗുജറാത്തിലെ സൂറത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂറത്ത് ഡയമണ്ട് ബോയ്സ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം. ഇതിന്റെ വലിപ്പം കേൾക്കുമ്പോഴാണ് എത്രത്തോളം വലിയൊരു കെട്ടിട സമുച്ചയമാണിതെന്ന് മനസ്സിലാവുന്നത്. 71 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനാകെയുള്ളത്. നമ്മുടെയൊക്കെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ഇത് എത്രമാത്രം വലിയൊരു ഓഫീസ് കെട്ടിടമാണ് എന്ന്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നത് പെന്റഗൺ ആണ്. പെന്റഗൺ ഓഫീസ് കെട്ടിടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 66 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ സൂറത്ത് ഡയമണ്ട് ബോയ്സ് 71 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ കെട്ടിടമാണ്. 2015 ഇത്തരം ഒരു കെട്ടിടം നിർമ്മിക്കുവാനുള്ള പ്രോജക്റ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപൂർണ പിന്തുണയാണ് ഇതിന് ലഭിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത്. 35.54 ഏക്കർ സ്ഥലത്ത് വളരെ വലുപ്പത്തിലാണ് ഈ പ്രോജക്റ്റ് പണിതിരിക്കുന്നത്. ഒരു പുതിയ നഗരത്തെ കെട്ടിപ്പടുക്കുന്ന അതേ രീതിയിലാണ് ഈ കെട്ടിട സമുച്ചയവും അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒക്കെ പണിതിരിക്കുന്നത്. നാഷണൽ ഇന്റർനാഷണൽ ട്രേഡുകൾക്കായിട്ട് 4000 ഓഫീസ് സ്പേസുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 15 നിലകൾ വീതമുള്ള 9 ടവറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സെക്കൻഡിൽ 3 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 131 ലിഫ്റ്റുകൾ അഥവാ എലിവേറ്ററുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പുറമെ കോൺഫറൻസ് ഹാളുകൾ, മൾട്ടിപർപ്പസ് ഹാളുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയ സൗകര്യങ്ങളും സുരക്ഷാ പദ്ധതികളുമൊക്കെ ഈ കെട്ടിടം നൽകുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു ദേശീയ വജ്ര ഗവേഷണ സ്ഥാപനവും ഉണ്ടാകും. അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ, അന്തർദേശീയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തുടങ്ങി വമ്പൻ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും അത്യാധുനികമായ ലോകത്തെ കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഈ സമുച്ചയം പ്രീ സർട്ടിഫൈഡ് ഗ്രീൻ ബിൽഡിംഗ് കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിടം എന്നായിരിക്കും ഇനി ഇത് അറിയാൻ പോകുന്നത്. പുരാതന കാലം മുതൽ തന്നെ വജ്ര നിർമ്മാണത്തിൽ ഇന്ത്യ വളരെ മുന്നിലുള്ളൊരു രാജ്യമാണ്. ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് വജ്ര നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ലോകത്ത് മുൻപന്തിയിൽ. ഇന്ത്യയിൽ തന്നെ സൂറത്താണ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കെട്ടിട സമുച്ചയത്തിന് വലിയ പ്രാധാന്യമുള്ളത്. സൂറത്തിലെ വജ്ര വ്യവസായത്തിന്റെ വളർച്ചയെയും രാജ്യത്തിന്റെ വജ്ര വ്യാപാര രംഗത്തെയും വളരെയധികം ഉയരങ്ങളിൽ എത്തിക്കാൻ പര്യാപ്തമാണ് ഈ കെട്ടിട സമുച്ചയം. രാജ്യത്തിന്റെ സമ്പദ്ഘടന വർദ്ധിപ്പിക്കുവാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഡയമണ്ട് ബോയ്സ് വലിയ സ്ഥാനമാണ് വഹിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനത്തോടു കൂടിയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഇത് വലിയ രീതിയിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വർദ്ധിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സംരംഭകത്വ മനോഭാവത്തിന്റെ തെളിവാണ് ഈ കെട്ടിടം. രാജ്യത്തിന്റെ സമ്പദ്ഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ തന്നെ ഒരു വജ്ര കേന്ദ്രമാണ് ഇന്ത്യയെങ്കിൽ ഈ കെട്ടിടം അതിന്റെ ആസ്ഥാനമായിട്ട് മാറുകയാണ്. സൂറത്തിൽ ഡയമണ്ട് ബോയ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു കെട്ടിടത്തിൽ കട്ടർ, പോളിഷർ, വ്യാപാരികൾ എന്നിവരുൾപ്പെടെ 65,000-ലധികം വജ്ര പ്രൊഫഷണലുകൾക്ക് ഒരേ സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബറിൽ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 35 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കെട്ടിട സമുച്ചയം ഒരു ദൃശ്യ വിസ്മയം കൂടിയാണ്. ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മനോഹരമായ ഒരു നിർമ്മിതി. രത്നങ്ങളുടെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഇനി മുതൽ രത്നങ്ങളുടെ ആസ്ഥാനമായി മാറുകയാണ്. ലോകത്തെ 90% വജ്രങ്ങളും ഇവിടെയാണ് ചെത്തിമിനിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇനി മുതൽ ഡയമണ്ട് വ്യാപാര കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ ലോകത്ത് ശക്തമായ സാന്നിധ്യമാകാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് അവിടെ നടപ്പായിരിക്കുന്നത്. ഇതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ സഹായത്തോടെ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 80 വർഷമായിട്ട് അമേരിക്കയിലെ പെന്റഗൺ കരസ്ഥമാക്കിയ റെക്കോർഡ് കൂടിയാണ് തിരുത്തപ്പെടുന്നത്. ഇനി മുതൽ ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയവും ഇന്ത്യയിലാണ്, നമ്മുടെ സൂറത്തിലാണ്. സൂറത്ത് ഡയമണ്ട് ബോയ്സ് ആ സ്ഥാനത്ത് കുറേ വർഷത്തേക്കെങ്കിലും തുടരുകയും ചെയ്യും. അടുത്തൊന്നും തന്നെ ഈ ഒരു റെക്കോർഡിനെ മറികടക്കാൻ സാധ്യതയുള്ള മറ്റൊരു നിർമ്മാണങ്ങളും നടക്കുന്നതായി അറിയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.